പോയ ശേഷം സ്റ്റോപ്പ് അടിച്ച് അതിനകത്തുള്ള പൈസ കട്ട് ചെയ്യും. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ചാർജിൻ്റെ ആവശ്യമുണ്ട്. എത്ര വേണം? വളരെ സജീവമായി തന്നെ തിരുവനന്തപുരം നഗരത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 43 പ്രോജക്റ്റുകളിൽ 41 അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നു. കുറച്ചെല്ലാം തന്നെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു, പൂർത്തീകരിച്ചു. അതിൻ്റെ ഭാഗമായി നമ്മുടെ നഗരം പരിസ്ഥിതി സൗഹൃദ നഗരമാക്കി മാറ്റുക എന്നുള്ളതിൻ്റെ ഭാഗമായി തന്നെ ലോ കാർബൺ സിറ്റിയാക്കുന്ന നയത്തിൻ്റെ ഭാഗമായി തന്നെ നഗരത്തിലെ റിക്ഷകൾ, ഓട്ടോറിക്ഷകൾ ഇലക്ട്രിക്കിൽ ഓടുന്ന ആട്ടോകളാക്കുക എന്നുള്ള പ്രവർത്തനം സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയതാണ്. അതോടൊപ്പം തന്നെ വനിതാ സൗഹൃദ നഗരമാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി തന്നെ വനിതകൾക്ക് 30 ഈ ആട്ടോകളാണ് വിതരണം ചെയ്തത്, റിക്ഷയും ആട്ടോയുമായി. അപ്പോൾ അത് ഇന്നതിൻ്റെ പ്രവർത്തനം നഗരത്തിൽ നടന്നു വരികയാണ്. അത് പൂർണ്ണത കൈവരിക്കണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ചാർജർ സംവിധാനം കൂടി ഒരുക്കേണ്ടതാണ്. അതും സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി 3 ചാർജർ യൂണിറ്റുകൾ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. അതിലൊന്ന് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. വീണ്ടും ഒന്ന് ഇവിടെ തന്നെ ഗാന്ധി പാർക്കിൽ തന്നെ അത് തയ്യാറാക്കുകയാണ്. നമ്മൾ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായിട്ടുള്ളൊരു പ്രൊജക്റ്റാണ് സ്മാർട്ട് സിറ്റി സംബന്ധിച്ച് ഇന്ന് ബഹുമാനപ്പെട്ട മേയർ അവർ തുടക്കം വെച്ചത്. കാരണം ഇപ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥിതിയിലാണ് സ്മാർട്ട് സിറ്റി നിൽക്കുന്നത്. കാരണം 100% ടെൻഡർ നടപടികളൊക്കെ പൂർത്തിയാക്കിക്കൊണ്ട് നമ്മളെല്ലാ പദ്ധതികളും ഓരോന്നായിട്ട് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഈ ഓട്ടോകളും ഉദ്ഘാടനം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ബഹുമാനപ്പെട്ട EP ജയരാജൻ സാറും ബഹുമാനപ്പെട്ട കടകംപള്ളി സുരേന്ദ്രൻ സാറാണ് ചെയ്തത്. അതിനകത്ത് നമ്മളിപ്പോൾ 15 ഈ ഓട്ടോകളും 15 ഈ റിക്ഷകളും ബഹുമാനപ്പെട്ട മേയർ ഉദ്ഘാടനം ചെയ്ത പരിപാടി ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം നഗരത്ത് അങ്ങോളം ഇങ്ങോളം ഓടുകയാണ്. ഇപ്പോൾ അതിനകത്ത് ചാർജിങ് ചെയ്യാൻ വേണ്ടി അവർ വീടുകളിനകത്തുള്ള സ്വിച്ചുകളാണ് ഉപയോഗിക്കുന്നത്. അവർ എല്ലാവരുടെ ആവശ്യമായിരുന്നു. ഇവിടെ സിറ്റിനകത്ത് പല കേന്ദ്രങ്ങളിനകത്തും കൂടി EV ചാർജർ മെഷീനുകളുണ്ടെങ്കിൽ അവർക്ക് എളുപ്പത്തിൽ ചാർജ് ചെയ്യാൻ പറ്റണം ആയിട്ടുള്ളതായിരുന്നു അവരുടെ ആഗ്രഹം. സോ അതൊക്കെ ബഹുമാനപ്പെട്ട മേയറൊക്കെ അംഗീകരിച്ചുകൊണ്ട് നമ്മളിവിടെ ഒരു ടെൻഡർ വിളിച്ചു. ജൂണിനകത്ത് EV ചാർജിങ് മെഷീൻ ഗാന്ധി പാർക്കിനകത്ത് തന്നെ പാർക്കിംഗ് ഉൾപ്പെടെ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഏതാണ്ട് 1 ലക്ഷത്തിന് അധികമുള്ള ഒരു ചിലവാണ് നമ്മൾ ഇതിനകത്ത് വച്ചത്. ഇപ്പോൾ വളരെ വളരെ സുന്ദരമായിട്ടുള്ള RFID കാർഡ്, റേഡിയോ ഫ്രീക്വൻസി ID കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ ഗുണഭോക്താക്കൾക്കും എളുപ്പത്തിൽ ചാർജ് ചെയ്യാം. മൊബൈൽ ഫോണിലൂടെയും അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിലൂടെയും അവർക്ക് ടോപ്പപ്പ് ഇടാം. സ്മാർട്ട് ഫോൺ ഇല്ലാത്തവർക്കും SMS-ലൂടെയും അതുപോലെ തന്നെ സ്മാർട്ട് സിറ്റി ഓഫീസ് വഴിയും അവർക്ക് ചാർജ് ചെയ്യാം. പതുക്കെ കൂടുതൽ ഇലക്ട്രിക് വെഹിക്കിളുകൾ കോർപ്പറേഷനകത്ത് ഓടുമ്പോൾ ഈ സംവിധാനം മറ്റ് ഗുണഭോക്താക്കൾക്ക് കൂടി കൊടുക്കാൻ വേണ്ടിയുള്ള നടപടികളാണ് നമ്മൾ എടുക്കുന്നത്.